കർത്താവ് നമുക്ക് വീണ്ടും ഒരു ദിവസം കൂടി ദാനമായി തന്നുവല്ലോ. ഈ ഭൂമിയിൽ ലഭിക്കുന്ന ഓരോ നിമിഷവും വിലപ്പെട്ടതാണെന്ന് നാം തിരിച്ചറിയുക. ഒരു നിമിഷം പോലും നമ്മുടെ മുമ്പിൽ നഷ്ടമാക്കി കളയുവാനില്ല. ഓരോ നിമിഷവും കർത്താവിൻ്റെ നാമ മഹത്വത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുവാൻ നമുക്ക് കഴിയട്ടെ. പതിവ് പോലെ നമുക്ക് ചില വേദഭാഗങ്ങളെ ദൈവസന്നിധിയിൽ വായിച്ച് ധ്യാനിപ്പാൻ ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം. 20-ാം സങ്കീർത്തനം 7-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു: ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു, ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ കീർത്തിക്കും. ദാവീദ് പലപ്പോഴും സങ്കീർത്തനങ്ങൾ എഴുതിയിട്ടുള്ളത് തൻ്റെ ജീവിതാനുഭവങ്ങളോടുള്ള ബന്ധത്തിലാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. താൻ വളരെ വ്യക്തമായി പറയുന്ന പല വാക്യങ്ങളുമുണ്ട്. നിങ്ങൾ കുതിരകളിൽ ആശ്രയിക്കരുത്, രഥങ്ങളിൽ ആശ്രയിക്കരുത്, സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രനിൽ നിങ്ങൾ ആശ്രയിക്കരുത്. അങ്ങനെ ആശ്രയിക്കാൻ പാടില്ലാത്ത പലതിനെക്കുറിച്ചും ദാവീദ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അവയിൽ ആശ്രയിക്കാൻ പാടില്ല എന്നല്ല, അവയിൽ ആശ്രയിച്ചത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. അതുകൊണ്ടാണ് ദാവീദ് പറയുന്നത് അരുത്, അരുത്, അരുത്. അപ്പോൾ പ്രയോജനമുള്ള, നമ്മൾ ആശ്രയിച്ചാൽ പ്രയോജനമുള്ളതായ കാര്യങ്ങളിൽ നമ്മൾ ആശ്രയിക്കുക. അത് എന്താണെന്ന് ഇവിടെ പറയുന്നുണ്ട്: യഹോവയുടെ നാമത്തിൽ ആശ്രയിക്കുക. യഹോവയുടെ നാമം സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലുകളൊക്കെയും മടങ്ങുന്ന നാമം. ആ നാമത്തിന് വലിയ പ്രത്യേകതകളുണ്ട്. രാത്രിയിൽ ഭൂതങ്ങൾ യേശുവിന്റെ നാമത്തിന് മുമ്പിൽ മുട്ടുമടക്കുന്നു. യേശുവിന്റെ നാമത്തിന് മുമ്പിൽ രോഗങ്ങൾ കീഴടങ്ങുന്നു. ആമേൻ. മരണം പോലും യേശുവിന്റെ നാമത്തിന് മുമ്പിൽ മാറിപ്പോകും. രാത്രിയിൽ മാറിപ്പോകാതെ നമുക്കെന്നും ആശ്രയിക്കുവാൻ കൊള്ളാകുന്ന ഒരേ ഒരു നാമം യേശുവിന്റെ നാമം. ദാവീദ് പറയുകയാണ്, ഞാൻ ആ നാമത്തെ കീർത്തിക്കും. ഇപ്പൊ ജീവിതത്തിൽ വിടുതൽ തരുന്ന, ആശ്വാസം തരുന്ന, സൗഖ്യം തരുന്ന, ജീവൻ നമുക്ക് തരുന്ന ഒന്ന് ദൈവത്തിന്റെ നാമമാണ്. ആ നാമത്തെ കീർത്തിച്ചത് കൊണ്ടേ എന്തെങ്കിലും പ്രയോജനമുള്ളൂ എന്നാണ് ദാവീദ് വ്യക്തമാക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളതായ ആ ദൈവത്തിൽ ദാവീദ് ആശ്രയിക്കുവാൻ നമ്മളെ പ്രോത്സാഹിപ്പിക്കുകയാണ്. 1-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: യഹോവ കഷ്ടകാലത്തിൽ നിനക്ക് ഉത്തരമരുളുമാറാകട്ടെ, യാക്കോബിൻ ദൈവത്തിന്റെ നാമം നിന്നെ ഉയർത്തുമാറാകട്ടെ. അപ്പം നമുക്ക് ഉത്തരമരുളുവാനും നമ്മളെ ഉയർത്തുവാനും ദൈവത്തിന്റെ നാമമേ ഉള്ളൂ. ദൈവത്തിന്റെ നാമം വിളിച്ചപേക്ഷിച്ചവരെല്ലാവരും രക്ഷ പ്രാപിച്ചു. യേശു അത് വളരെ വ്യക്തമായി പറയുവാനിടയായിട്ടുണ്ട്. എൻ്റെ നാമം വിളിച്ചപേക്ഷിച്ച് നിങ്ങൾ രക്ഷ പ്രാപിക്കുവിൻ. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരമാണ്. നിങ്ങൾക്ക് നിത്യജീവനെ അത് നൽകുന്നു. നിങ്ങളുടെ വിഷയങ്ങൾക്ക് കഷ്ടകാലത്തിൽ നിങ്ങൾക്ക് ഉത്തരമരുളുന്നു. നിങ്ങൾക്ക് ഉയർച്ചയുണ്ടാകണമെങ്കിൽ, വിടുതലുണ്ടാകണമെങ്കിൽ യേശുവിൻ്റെ നാമത്തിലെ നിങ്ങൾക്ക് അത് സാധ്യമാകൂ എന്ന് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. നമുക്കറിയാം, ഇന്ന് ഈ ലോകം അനുഭവിക്കുന്ന എല്ലാ നന്മയുടെയും അനുഗ്രഹത്തിൻ്റെയും പിന്നിൽ യേശുവിൻ്റെ നാമമാണ്. യേശുവിനോടുള്ളതായ ബന്ധത്തിൽ ദൈവം ചെയ്ത പ്രവചനമാണ്, നിന്നാൽ ഈ ഭൂമി അനുഗ്രഹിക്കപ്പെടും എന്ന് ദൈവം പറഞ്ഞ വാഗ്ദത്തമാണ് ഈ ലോകം മുഴുവൻ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നന്മകളെല്ലാം. യേശുവിൻ്റെ നാമത്തിൽ നമ്മൾ ഉയർത്തപ്പെടുവാനിടയായി. താഴ്ചയല്ല, നീ ഉയർച്ച തന്നെ പ്രാപിക്കും എന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് ദൈവം നിനക്ക് സഹായം അയക്കുമാറാകട്ടെ.
ഇവിടെ കുതിരകളിൽ ആശ്രയിച്ചു, രഥങ്ങളിൽ ആശ്രയിച്ചു, പക്ഷേ ഒരു സഹായവും വന്നില്ല. ജയത്തിന് കുതിര വ്യർത്ഥമെന്ന് ദാവീദ് തന്നെ പറയുന്നു. അപ്പോൾ ജീവിതത്തിൽ ഏതെങ്കിലും നിലയിലുള്ളതായ ഒരു സഹായം നമുക്ക് ലഭിക്കണമെങ്കിൽ മനുഷ്യന്റെ സഹായങ്ങൾ എത്രയുണ്ടെന്ന് നമുക്കറിയാം. വാക്ക് പറഞ്ഞവർ പോലും വാക്ക് പാലിക്കുവാൻ കഴിയാത്തവരായി, നമ്മളെ കണ്ടിട്ടും കാണാത്തവരെ പോലെ സഹായിക്കേണ്ട പലരും മാറിപ്പോകുന്ന ഈ കാലഘട്ടത്തിൽ നമ്മളെ സഹായിക്കാനൊന്നും ആരും ഈ ലോകത്ത് മുന്നോട്ട് വരികയില്ല. അതിനുള്ള ധൈര്യവും ചങ്കൂറ്റവും ഒന്നും എല്ലാവർക്കും ഒന്നുമില്ല. ദൈവം സഹായിക്കാൻ പറയുന്ന വാക്യങ്ങളെ എന്ന് ഉരുവിടുന്ന ദൈവഭക്തന്മാർ പോലും സഹായിപ്പാൻ മുന്നോട്ട് വരില്ല. ദൈവവചനം പറയുന്നു, നിനക്ക് സഹായിപ്പാൻ കഴിവുള്ളപ്പോൾ നിന്റെ സഹോദരനെ നീ സഹായിക്കാതിരിക്കരുത് എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. ഇതൊക്കെ ദിവസവും ഉരുവിടുന്നവർ പോലും സഹായിപ്പാൻ മുന്നോട്ട് വരാൻ താല്പര്യപ്പെടാത്ത ഈ കാലഘട്ടത്തിൽ ദാവീദ് പറയുകയാണ്, ഇവരൊന്നും നിങ്ങളെ സഹായിക്കാൻ പോകുന്നില്ല, ഒരാശ്വാസവാക്ക് പോലും പറയുവാൻ പോകുന്നില്ല. ദൈവം മാത്രമേ നിനക്ക് ആശ്വാസമായി കൂടെ ഉണ്ടാകുകയുള്ളൂ. അതുകൊണ്ട് നിനക്കുള്ളതായ സഹായം എവിടെ നിന്ന് വരുമെന്നാണ് ദാവീദ് തന്നെ പറയുന്നത്. ആകാശത്തെയും ഭൂമിയെയും നിർമ്മിച്ച യഹോവയിങ്കൽ നിന്ന് വരുന്നു, മറ്റൊരിടത്തു നിന്നും നമുക്ക് സഹായം വരുവാനില്ല. പലർക്കും പറയുവാൻ കഴിയും, അവകാശപ്പെടുവാൻ കഴിയും, ഞാൻ സഹായിക്കുന്നുണ്ട്, സഹായിച്ചു എന്നൊക്കെ. പക്ഷേ എന്തെങ്കിലും സഹായം നമുക്ക് ലഭിക്കണമെങ്കിൽ യഹോവയെങ്കിൽ നിന്ന് നമുക്ക് ലഭിക്കുവാനിടയായി തീരണം. അതുകൊണ്ട് യഹോവ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് നിനക്ക് സഹായം അയക്കും. എന്ത് ചെയ്താൽ മതി? നീ ദൈവത്തിൽ ആശ്രയിച്ചാൽ മതി, യഹോവയിൽ ആശ്രയിച്ചാൽ മതി. കുതിരകളിലും രഥങ്ങളിലൊന്നും ആശ്രയിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. അപ്പം യഹോവയിൽ ആശ്രയിച്ചാൽ കഷ്ടകാലത്ത് അവൻ നിനക്ക് ഉത്തരമരുളും, അവൻ നിന്നെ ഉയർത്തും, നിനക്ക് സഹായം അയക്കും. ദൈവം സിയോനിൽ നിന്ന് നിന്നെ താങ്ങും. ഹല്ലേലൂയ. ഇവിടെ നമ്മളെ ഒരു കൈത്താങ്ങൽ തരുവാൻ ഒരു വ്യക്തി പോലുമില്ല. ഹല്ലേലൂയ. നാം വീഴുമ്പോൾ ഒരു കൈ താങ്ങൽ തരുവാൻ ഒരു വ്യക്തി പോലുമില്ല. പലരും നമ്മുടെ വീഴ്ച കണ്ട് ചിരിക്കുവാനും നമ്മളെ പരിഹസിക്കുവാനും ദൈവം പോലും ഇവനെ തള്ളിക്കളഞ്ഞല്ലോ എന്ന് പറഞ്ഞ് അവനെ ഉപേക്ഷിച്ച് കളയുവാനും ശ്രമിക്കുന്നവരാണ് നല്ലൊരു ശതമാനം ആൾക്കാർ. കൂടെ ഇരുന്ന് ആരാധിക്കുന്നവരും കൂടെ നിന്ന് പ്രവർത്തിക്കുന്നവരും എല്ലാവരും അങ്ങനെയുള്ളവരാണ്. ഹല്ലേലൂയ. എന്നാൽ നമ്മൾ വീഴാതെ വണ്ണം തൻ്റെ ഉള്ളംകരങ്ങളിൽ താങ്ങുന്ന ഒരു ദൈവമുണ്ടെന്നുള്ളതായ തോന്നൽ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ തീർച്ചയായും അവൻ നമ്മളെ കരുതുവാനിടയായി തീരും. അതുകൊണ്ട് രാത്രിയിൽ ആ ദൈവം നമ്മളെ താങ്ങുമാറാകട്ടെ. നിന്റെ ഹോമയാഗം, നിന്റെ വഴിപാടുകൾ അവൻ കൈക്കൊള്ളുവാനിടയായി തീരും. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകും. നിന്റെ താല്പര്യമൊക്കെയും അവൻ നിവർത്തിക്കും. നീ ജയത്തിൽ ഘോഷിച്ചുല്ലസിക്കും. നിന്റെ ദൈവത്തിന്റെ നാമത്തിൽ നീ കൊടി ഉയർത്തും. നിന്റെ അപേക്ഷകളൊക്കെയും അവൻ നിവർത്തിക്കും. തന്റെ അഭിഷിക്തനെ അവൻ രക്ഷിക്കും. അവൻ തന്റെ വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് തന്റെ വലങ്കയുടെ രക്ഷാകരമായ വീര്യപ്രവർത്തികളാൽ അവൻ നിനക്ക് ഉത്തരമരുളും. അപ്പൊ ഇതൊക്കെ ദൈവത്തിൽ ആശ്രയിച്ചാൽ മാത്രമേ കിട്ടുകയുള്ളൂ. മനുഷ്യരിൽ ആശ്രയിച്ചത് കൊണ്ടോ, കുതിരകളിൽ ആശ്രയിച്ചത് കൊണ്ടോ, രഥങ്ങളിൽ ആശ്രയിച്ചത് കൊണ്ടോ, നിന്നെ സഹായിപ്പാൻ കഴിയാത്ത ഒന്നിലും നീ ആശ്രയം വെച്ചത് കൊണ്ടോ നിനക്കൊരു പ്രയോജനവും ഉണ്ടാകാൻ പോകുന്നില്ല. ഇവരെല്ലാവരും തള്ളിക്കളയും, നിന്നെ ഉപേക്ഷിക്കും. നിന്നെ ഒന്ന് ഓർത്ത് പ്രാർത്ഥിക്കാൻ പോലും ഒരു വ്യക്തിയും ഉണ്ടാകുകയില്ല. അതങ്ങനെ തന്നെയാണ്. നമുക്കൊരു ക്ഷീണം വരട്ടെ,
നമ്മുടെ കൂടെ നിന്നവരെല്ലാം ആത്മീയ മേഖലയിലായാലും ഭൗതിക മേഖലയിലായാലും എല്ലാവരും നമ്മളെ തള്ളിപ്പറയും, എല്ലാവരും നമ്മളെ ഉപേക്ഷിക്കും, എല്ലാവരും നമ്മളെ കൈവിടും. എന്നാൽ ഞാൻ നിങ്ങളെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയല്ല. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് എന്നരുളി ചെയ്തവൻ തൻ്റെ വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് തൻ്റെ വലങ്കൈയുടെ രക്ഷാകരമായ വീര്യപ്രവർത്തികളാൽ നിനക്കുത്തരമരുളുവാൻ തക്കൊണ്ടും ഇടയായി തീരുമെങ്കിൽ ഇന്ന് രാത്രിയിൽ ആ ദൈവത്തിങ്കിലേക്ക് നമുക്ക് അടുത്തു വരുവാൻ കഴിയട്ടെ. അതുകൊണ്ടാണ് ദാവീദ് പറയുന്നത്, ഞാനോ കുതിരകളിൽ ആശ്രയിക്കില്ല, രഥങ്ങളിൽ ആശ്രയിക്കില്ല, എന്നെ സഹായിപ്പാൻ കഴിയാത്ത ഒന്നിലും ഞാൻ ആശ്രയിക്കുകയില്ല. ഞാനോ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തിൽ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവൻ എനിക്ക് ഉത്തരമരുളുന്ന ദൈവമാണ്. ആ ദൈവത്തിൽ ഞാൻ ആശ്രയിക്കും. നിങ്ങളും അങ്ങനെ തന്നെ ആശ്രയിക്കുന്നുവെങ്കിൽ തീർച്ചയായും ദൈവപ്രവർത്തികൾ നമ്മുടെ ജീവിതത്തിലേക്ക് വെളിപ്പെട്ടു വരുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. നമുക്കൊരു നിമിഷം കണ്ണുകളടയ്ക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ ലോകത്താരും ഞങ്ങളെ സഹായിപ്പാനില്ല, ഒന്ന് കൈത്താങ്ങുവാനില്ല, നല്ലൊരു ഉപദേശം തരുവാൻ ആരുമില്ല, നല്ലൊരു ആലോചന പറഞ്ഞു തരുവാൻ ആരുമില്ല. ഞങ്ങളെ സഹായിക്കുമെന്ന് വിചാരിച്ച് ഞങ്ങൾ കൈനീട്ടിയവരൊക്കെയും ഞങ്ങളെ ഉപേക്ഷിച്ചു, ഞങ്ങളെ തള്ളിക്കളഞ്ഞു. ദാവീദ് പറഞ്ഞ പോലെ ഹല്ലേലൂയ, എൻ്റെ പ്രാണസ്നേഹിതൻ പോലും എന്നെ ഉപേക്ഷിച്ചു, കൂടെ ഇരുന്ന് ആരാധിച്ചവർ ഉപേക്ഷിച്ചു, സഹായിക്കാമെന്ന് പറഞ്ഞവരെല്ലാവരും ഞങ്ങളെ ഉപേക്ഷിച്ചു. ഇന്ന് രാത്രിയിൽ അവിടുത്തെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്ത് വരികയാണ്. അവിടുന്നല്ലാതെ, അവിടുത്തെ നാമത്തിലല്ലാതെ ഞങ്ങൾക്ക് യാതൊരു സഹായവും വിടുതലും ലഭിക്കുവാനില്ല. ആകയാൽ ഇന്ന് രാത്രിയിൽ അവിടുത്തെ സന്നിധിയിൽ ഞങ്ങൾ അടുത്ത് വരികയാണ്. ഞങ്ങളെ സഹായിക്കും, കൃപ കൂടെ ഇരിക്കണം. യേശുവിൻ ധന്യമേറിയ നാമത്തിൽ ആമേൻ. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വാക്യങ്ങളും പാട്ടുകളും എല്ലാം നമ്മുടെ ജീവിതത്തിൽ വിടുതലായി തീരട്ടെ. യേശുവിൻ നാമത്തിൽ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.